ഞാൻ പറയുന്നത് വർഗവഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് MV ഗോവിന്ദൻ മാഷാണ്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ച് ലൈവായി മനുഷ്യ മനസ്സുകളിൽ തുടരാനുള്ള ഒരു വെപ്രാളത്തിൽ പരക്കം പായുകയാണ് നമ്മുടെ ഗോവിന്ദൻ മ്യാസ്റ്റർ. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ TK ഗോവിന്ദൻ പറഞ്ഞത് പ്രകാരം ഈ ജനാധിപത്യത്തെ, അതായത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ താൻ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ വേണമെന്ന നിർബന്ധത്തിന്റെ പുറത്ത് തൻ്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആ വർഗീയ വഞ്ചനയുടെ ത്വര അത് ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു യഥാർത്ഥ ബൂർഷ്വാ കമ്മി എന്നുള്ള പദവിക്ക് താത്വികാചാര്യൻ എന്നും അർഹനായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ്. പണ്ട് ചുട്ട് കുട്ടയിലാക്കി വെച്ച അപ്പം ഉണ്ടല്ലോ, അത് തണുത്തു പോയെന്നല്ലേ നിങ്ങൾ പറയാൻ വരുന്നേ? തണുത്ത അപ്പം വീണ്ടും ചൂടാക്കി നാട്ടുകാർക്ക് വിതരണം ചെയ്തുകൊണ്ട് സ്വയം കോമാളി വേഷം വീണ്ടും കെട്ടി ലൈവായിട്ട് സോഷ്യൽ മീഡിയകളിൽ വീണ്ടും നിറഞ്ഞു നിൽക്കാനുള്ള തത്രപ്പാടിലാണ് ഗോവിന്ദൻ മ്യാസ്റ്റർ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, ആരും കേട്ടിട്ടില്ല, കേട്ടാക്ക് മനസ്സിലായിട്ടില്ല. കറക്റ്റ്. ഞങ്ങൾ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും മണ്ടത്തരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ചോദ്യം ചോദിക്കുന്നവൻ ഓപ്പോസിറ്റ് ഇരുന്നോണ്ട് ട്രോളും ആണ് എന്നുള്ള കാര്യം പോലും മനസ്സിലാകാതെ അപ്പക്കുട്ടയെ പറ്റി വിശദീകരിക്കാൻ ഗോവിന്ദൻ മ്യാസ്റ്റർ തയ്യാറാകുകയാണ്. കേരയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു 50 വർഷത്തെ അപ്പുറം കണ്ട ഒരു വികസന പ്രക്രിയയാണ്. കേരളത്തെ ഒരു 100 വർഷം എങ്ങനെ പിന്നോട്ട് നടത്താം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തി അതിനുവേണ്ട പരിപാടികളൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വിജയിച്ച ആളുകളാണ് കേരളത്തെ ഇനി 50 വർഷം മുന്നോട്ട് നടത്തി അതിവേഗ ട്രെയിനിൽ കയറ്റി അപ്പം കൊണ്ട് വിൽക്കാൻ പ്രാപ്തരാക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് 39 ട്രെയിൻ. ഈശ്വര, എനിക്കും ഇത് കാണുന്നവർക്കും താങ്ങാനുള്ള ശക്തി കൊടുക്കണേ. ഒരു പ്രാവശ്യം നേരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 39 ട്രെയിൻ അവിടുന്ന് തിരുവനന്തപുരത്ത് കാസർഗോഡേക്ക്. 39 ട്രെയിൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തും 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും. അപ്പോൾ KSRTC, പ്രൈവറ്റ് ബസ്സുകൾ, ഓട്ടോ, ടാക്സി, സൈക്കിൾ, ബൈക്ക് മുതലായ എല്ലാ വാഹനങ്ങളും നിരത്തുകളിൽ ഇറങ്ങാതെയാകും. കാത്തിരിക്കേണ്ട സമയം 20 മിനിറ്റ്, എത്തിച്ചേരുന്ന സമയം 3 മണിക്കൂർ 54 മിനിറ്റ്. എന്തിനാ നമ്മള് ശ്രീധരൻ അദ്ദേഹത്തെയൊക്കെ ആശ്രയിക്കുന്നത്? മാസ്റ്ററുടെ കയ്യിൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? കാസർഗോഡ് നിന്ന് രാവിലെ ചായയും കുടിച്ച് പുറപ്പെട്ടാൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റ് പോയിട്ട് എന്തെങ്കിലും കാര്യം നിർവഹിക്കാനുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയി അവിടെ നിന്ന് കണ്ട് ഭക്ഷണവും കഴിച്ച് നില്ല് അവിടുന്ന് ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന വരെയുള്ള കാര്യം കറക്റ്റ്, ചായ കുടിക്കുന്നതും കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? സെക്രട്ടേറിയറ്റിൽ ചെന്ന് പെട്ടെന്ന് കാര്യം സാധിച്ച് അടുത്ത ട്രെയിന് പോകാമെന്ന്. അടുത്ത ആഴ്ചയിലെ ട്രെയിന് പോകാമെന്നാണോ ഉദ്ദേശിച്ചത്? സെക്രട്ടേറിയറ്റിൽ ചെന്ന ഉടനെ ജനസേവനത്തിന് വേണ്ടി അങ്ങ് തുറന്നു വെച്ചോണ്ടിരിക്കുകയല്ലേ? അതിന് വെമ്പല് കൊണ്ട് ആരെങ്കിലും വന്നാൽ സേവിച്ചിട്ട് പെട്ടെന്ന് അടുത്ത ആളെ സേവിക്കാമായിരുന്നു എന്നും പറഞ്ഞിരിക്കുകയാണല്ലോ. നടന്ന് പാരകന്റെ 5 സ്ലിപ്പർ തേഞ്ഞ 50,000 പേര് ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടായിരിക്കും. വൈകുന്നേരം വേണമെങ്കിൽ അവിടെ തന്നെ ആ ട്രെയിനിൽ കയറി നേരെ സന്ധ്യാവുമ്പോഴേക്ക് വീട്ടിലെത്താം. ഇതാണ് കേരളത്തിന്റെ ഏറ്റവും ലളിതമായ കാര്യം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. സങ്കീർണതയുടെ ഭാഷയെ അറിയാവുള്ളൂ, പിന്നെ നാട്ടുകാർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ട് ലളിതമായിട്ട് പറഞ്ഞു തന്നെയാ. കൊഞ്ചുട്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഷൊർണൂരോ അല്ലെങ്കിൽ എവിടെ നിന്നോ കയറി പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് പോയി. സതുദ്ദേശമായിരുന്നു കേട്ടോ. PP ദിവ്യ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാകെയുള്ള ഒരു സതുദ്ദേശത്തിന്റെ മുതൽ ഇതാ. 500 രൂപയോ 600 രൂപയൊക്കെ മിനിമം ആകും കേരളയിലിന്റെ ഒരു ടിക്കറ്റിന്. അതിവേഗ ട്രെയിൻ ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള ചെലവ് കാണുമല്ലോ. വന്ദേ ഭാരതമൊക്കെ വെച്ച് തട്ടിച്ച് നോക്കുമ്പം അത്രയൊന്നും പോയില്ലെങ്കിലും ഇത്രയെങ്കിലും ആകും. അപ്പം 200-300 രൂപയുടെ അപ്പം വിൽക്കാൻ വേണ്ടി ഈ 500-600 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കുടുംബശ്രീയിലെ സ്ത്രീകൾ കുട്ടയിൽ അപ്പം അടുക്കിക്കൊണ്ട് പോകണം. ഇതായിരുന്നു ഗോവിന്ദൻ മ്യാസ്റ്റർ സ്വപ്നം കണ്ട കേരയിൽ. വളരെ ചുരുക്കം സമയം കൊണ്ട് ചൂടപ്പം പോലെ എന്ന് പറയുന്നത് കേട്ടില്ലേ? അടിയുടെ ചൂട് എന്ന് കേട്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? രാവിലെ പോയാൽ ഉച്ചയാകുന്നതിന് മുമ്പ് വീണ്ടും അപ്പം ഉണ്ടാക്കാം. അത് വിൽക്കുകയൊന്നും വേണ്ട. അവിടെ കുട്ടയെ പിടിച്ചോണ്ട് ഇവരൊക്കെ നിപ്പുണ്ട്. അവരുടെയൊക്കെ കുട്ടയിലോട്ട് ഈ കൊണ്ടിയിൽ നിന്ന് അപ്പം അങ്ങ് തട്ടിയിടുക, എന്നിട്ട് തിരിച്ചു പോവുക, എന്നിട്ട് വീട്ടിൽ ചെന്ന് അടുത്ത ട്രിപ്പ് അപ്പം ഉണ്ടാക്കുക. ഇതാണ് ലളിതമായി പറഞ്ഞത്. അതിനെയാണ് ചില ആളുകൾ റോൾ ചെയ്തത്. റോളിയോ? ആ റോൾ ചെയ്തത് എന്തിനാണ്? അയ്യോ മ്യാസ്റ്ററെ, അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ ചുരുട്ടാനും വന്നോ? ഈ റോളിംഗ് എന്ന് ഉദ്ദേശിച്ചത് റോള് ശിവൻകുട്ടിയണ്ണ ഒറ്റയ്ക്കല്ല.
ഇത്രയും ലളിതമായി നടക്കാൻ പോകുന്ന ഒരു പ്രക്രിയയിലേക്ക് കേരളം 10-25 കൊല്ലത്തിന് മുമ്പ് തന്നെ മാറുന്നു. നാക്കുകൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലളിതമായ പ്രക്രിയയാണ് വ്യാഷ്ട്രേ. കാസർഗോഡ് നിന്ന് കയറുന്നു, ടിക്കറ്റ് എടുക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. ഫ്രീ ആയിട്ടാണോ എന്തോ, ഫ്രീ ആയിട്ടായിരുന്നോ എങ്കിൽ ലളിതമല്ല, ലളിതം, ഞങ്ങളെല്ലാം സമ്മതിച്ചു. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങണം, അപ്പം വിൽക്കണം. അപ്പം വിൽക്കണമെന്നും പറയുന്നില്ല, വിൽക്കണമെന്നും നിർബന്ധമില്ല, അപ്പം കൊണ്ട് കളഞ്ഞാലും മതി. പക്ഷെ തിരിച്ച് അടുത്ത ട്രെയിന് കയറി പോകണം, അടുത്ത അപ്പം ഉണ്ടാക്കണം. ഇതാണ് ലളിതമായ ജീവിതശൈലി. പെട്ടെന്ന് കാശുണ്ടാക്കാം, ചൂടപ്പം വയ്ക്കാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു എന്നുള്ള ഗദ്ഗതമാണ് വ്യാഷ്ട്രയുടെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഞാൻ ഒരു തരത്തിലും ശ്രദ്ധിക്കാറില്ല. പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായ ഒരു കാര്യത്തോടും പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. ഓ അത് ശരി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് മാത്രമേ പ്രതികരിക്കാറുള്ളൂ. അന്നേരം പിന്നെ നിങ്ങൾ സകല സമയം വായും പൂട്ടി മിണ്ടായിരിക്കേണ്ടതാണല്ലോ. അപ്രകാരമാണെങ്കിൽ പോസിറ്റീവ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്? സകലതും നെഗറ്റീവ് അല്ലേ? എന്നിട്ട് അതിനെല്ലാം മാത്രം മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ റോളുകളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ റോളായ വിവരം എങ്ങനെ അറിഞ്ഞ്? ആരെങ്കിലും കാതിൽ മറ്റേ ചോർപ്പ് വെച്ച് ഒഴിച്ചു തന്നോ? അങ്ങനെ അറിഞ്ഞതാണോ? അതോ റോളിൻ്റെയൊക്കെ വീഡിയോ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ആരെങ്കിലും അകത്ത് കയറ്റി കൊണ്ടുവച്ച് തന്നാണോ? ഇതൊന്നും കണ്ണിലും ചെവിയിലും പെടാത്ത കാര്യങ്ങളായിരുന്നോ? പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായ ഒരു കാര്യത്തോടും പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. ആ സംസാരത്തിലേക്ക് ഒരു ധാർഷ്ട്യം കണ്ടില്ലേ, ഒരു പുച്ഛം ജനങ്ങളോടൊക്കെ. നിങ്ങളുടെ അടുത്ത് ആരെന്ത് കാര്യത്തിന് അഭിപ്രായം ചോദിക്കാൻ വരുന്നു? ആദ്യം അതൊന്ന് പറഞ്ഞേ. അന്നുമല്ല, ഇന്നുമല്ല, നാളെയുമല്ല. അന്നും ഇന്നും നാളെ ഒന്ന് നിങ്ങളൊന്നും അല്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എന്തോ ആണ് എന്ന് വിചാരിക്കാൻ തുടങ്ങുന്നിടത്ത് നിങ്ങൾ ഒന്നും അല്ലാതാകുക. ഒന്നാമതായി നിങ്ങൾ ആരുടെയും കണ്ണിലും മനസ്സിലും ജീവിതത്തിലും ഒന്നും അല്ല. പിന്നെ കുറെ വിവരദോഷികൾ നിങ്ങൾ കടിച്ചാൽ പൊട്ടാത്ത കുറെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട്, കേട്ടാൽ മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് തോളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതിന്റെ കാര്യം നാട്ടുകാർക്കില്ല. എത്തിച്ചേരുന്ന സമയം 3 മണിക്കൂർ 54 മിനിറ്റ്. ഒരു 3 മണിക്കൂർ 54 മിനിറ്റ്. ഈ 54 എന്നുള്ളത് ഒരു 55 ആക്കാൻ പറ്റുമോ? ഒന്ന് കണക്ക് തയ്ക്കാൻ പറ്റില്ലല്ലേ? രാവിലെ അപ്പം ചൂട്ട് കേരളയിൽ ഓട്ടക്കപ്പൽ മുങ്ങുന്നതിന് മുമ്പേ മുങ്ങിത്താന്ന്, എന്നിട്ടും അപ്പക്കച്ചവടം പുള്ളിക്കാരൻ നിർത്തിയിട്ടില്ല. നീ സഖാക്കളെല്ലാം കൂടെ കുട്ടയിൽ തലേ ചുമന്ന് അപ്പക്കച്ചവടത്തിന് പോകേണ്ട അവസ്ഥയാ. പക്ഷെ ഇവർക്കൊക്കെ ഈ മണ്ടത്തരം പറയുമ്പോൾ ഇവരുടെ മുഖത്തൊക്കെ പ്രതിഫലിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് മാതൃകാപരമാണ് കേട്ടോ. അതിന് തൊലിക്കട്ടി മാത്രം പോരാ, നല്ല ആത്മവിശ്വാസത്തോടെ മണ്ടത്തരം വിളമ്പാനേ കമ്മി ആയിരിക്കുക എന്നുള്ള അടിസ്ഥാന യോഗ്യത വേണം. ഏതാ വിശദീകരിക്കേണ്ടത്? ആദ്യം കേരളയിൽ വിശദീകരിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം മീഡിയയിൽ ഇപ്പോഴും കിടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ആവർത്തിക്കാൻ തയ്യാറാകത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 50 വർഷം കഴിഞ്ഞ് ഉള്ള കേരളത്തിനെ ഇപ്പോഴേ മുൻകൂട്ടി കണ്ട് പ്ലാൻ വരച്ച് നടപ്പിലാക്കുന്ന ആളുകൾ. കേരളയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു 50 വർഷത്തെ അപ്പുറം കണ്ട ഒരു വികസന പ്രക്രിയയാണ്. അപ്പം വ്യാഷ്ട്ര ഏതായാലും കേരളയിൽ എല്ലാവരുടെയും മുറ്റത്തൂടെ ഓടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് കേന്ദ്രത്തിന്റെ പെർമിഷനൊന്നും ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ കൂടെ നമ്മൾ ട്രെയിൻ പായിക്കും, അത് വേറെ കാര്യം. 39 78 ട്രെയിൻ ഓടണം. കേരളത്തിലെ മുറ്റങ്ങൾ മതിയാകാതെ വരുമെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഏതായാലും ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ പ്ലാൻ ചെയ്യലല്ലോ, നമ്മൾ പ്രവർത്തിച്ച് കാണിക്കും. നമ്മൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരല്ലേ. അതുകൊണ്ട് കേരളയിൽ വന്നിരിക്കും, 2-3 ദിവസത്തിനുള്ളിൽ ഓടിയിരിക്കും. പക്ഷെ ഇത്രയും ട്രെയിൻ ഒന്നിച്ചോടാനുള്ള സ്ഥലം കേരളത്തിൽ മതിയാവുമോ എന്നുള്ളതാണ്. ഈ മുറ്റങ്ങളെ മതിയാവുമോ എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം നമുക്ക് വായ്പയ്ക്ക് എടുക്കാം, പാട്ടത്തിന് ചോദിച്ചു നോക്ക്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ മേഖലയിൽ സജീവമായിട്ട് തന്നെ നിൽക്കണേ. ഏത് ആത്മവിശ്വാസത്തോടെയുള്ള മണ്ടത്തരം വിളമ്പലിൽ ഞങ്ങൾ കാത്തിരിക്കും.